മംഗലം കളിയുടെ നാടായ കാസർഗോഡ് ബാനത്തെ കുട്ടികൾക്ക് ഇത് ജീവിതത്തിന്റെ ചുവടുകളാണ്. ഇത്തവണയും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയാണ് കലോത്സവത്തിൽ ഇവർ മികവ് തെളിയിച്ചത്. മംഗലം കളിയുടെ ആചാര്യ ഉമ്പിച്ചി അമ്മയുടെ അനുഗ്രഹം തേടിയാണ് രണ്ടാമതും വിദ്യാർത്ഥികൾ കലോത്സവ നഗരിയിലെത്തിയത്. കാസർഗോഡിൻ്റെ സ്വന്തം ബാനത്തെ കുട്ടികളാണ്, മംഗലം കളിയുടെ ജന്മദേശമായ ബാനത്തെ കുട്ടികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഈ കലോത്സവത്തിൽ കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി, ഏറ്റവും കൂടുതൽ പോയിന്റോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ഇത്തവണയും അതേപോലെ തന്നെ വലിയ പോയിന്റ് നേടി ഇവർ വിജയം കരസ്ഥമാക്കുക ചെയ്യുക തന്നെ ചെയ്യും. പ്രതീക്ഷ കഴിഞ്ഞ വർഷം നമുക്ക് സ്റ്റേറ്റിൽ കിട്ടിയതാണ്, പക്ഷേ ഈ പ്രാവശ്യം ജില്ലയിൽ ജഡ്ജ്മെൻറ്റിൻ്റെ ഇതുകൊണ്ട് നമുക്ക് രണ്ടാം സ്ഥാനമാണ് കിട്ടിയത്. പിന്നെ അതുകൊണ്ട് നമ്മൾ അപ്പീൽ കൊടുത്തു നമുക്ക് അപ്പോൾ തന്നെ അവർ അപ്രൂവ് ആക്കി തന്നു. ഇതിനു വേണ്ടി മംഗലം കളി ആദ്യമായിട്ട് പരിശീലിക്കുന്ന ഘട്ടത്തിൽ എന്താണ് ഫീൽ ചെയ്തത്? ഒന്നാമത് കാസർഗോഡ് ബാനത്തെ കുട്ടികളാണ്, ബാനമാണ് ഈ മംഗലം കളിയുടെ ജന്മദേശം എന്ന് പറയുന്നത്. ഉമ്പിച്ചമ്മയുടെ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ആ ഉണ്ട്. നമ്മൾ ഉമ്പിച്ചമ്മരെ മുമ്പ് തന്നെ പഠിച്ച് വന്നതാണ്. പിന്നെ കഴിഞ്ഞൊല്ലം ഞാൻ കളിച്ചിനി, അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞൊല്ലം ഞാൻ കളിച്ചതാണ്, ഇപ്രാവശ്യം ഞാൻ പാട്ടിലേക്കായി. പിന്നെ അതുപോലെ പിന്നെ അവരെല്ലാം പുതിയ കുട്ടികളുണ്ട്, അവരും വേഗം പഠിച്ചെടുത്തു. ഈ പേരെന്താണ്? ശിവാത്മജ, ആവണി, ശ്രേയ, ദൗഷന. ഇത് ഫോക്ലോർ അക്കാദമി ജേതാവ് കൂടിയാണ്. എന്ത് തോന്നുന്നു? ഇത്തരത്തിൽ മംഗലം കളി കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. അന്യം നിന്ന് പോകാവുന്ന ഒരു ഗോത്രകല, അതിൽ സർക്കാർ വലിയ രീതിയിലുള്ള പിന്തുണ നൽകി. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വലിയൊരു ഇതാണ്, ഭാഗ്യമാണെന്ന് പറയാം. ഇത്രയും ആൾക്കാർ, എല്ലാ ജില്ലക്കാർ 14 ജില്ലക്കാരും അതുപോലെ പുറത്തും എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു ഈ ഇങ്ങനൊരു കലാരൂപം. സന്തോഷം, അതിന് ഭയങ്കര സന്തോഷം. അഭിജിത്ത്, പ്രവീൺ, അങ്കിത, ആദിത്യ, സുകന്യ, ശ്രീനന്ദ, അനാമിക, അഞ്ജിത. എന്തായാലും എല്ലാവരും വളരെ ഹാപ്പിയാണ്. മംഗലം കളിയുടെ ആചാര്യായ ഉമ്പിച്ചി അമ്മയുടെ അനുഗ്രഹം തേടിയാണ് ഈ കുട്ടികൾ ഈ കലോത്സവ നഗരിയിൽ വീണ്ടും എത്തിയിട്ടുള്ളത്. ഉമ്പിച്ചി അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ കലോത്സവ വേദിയിൽ എത്തണമെന്നുള്ളത്. പക്ഷേ പ്രായാധിക്യമായ അസുഖങ്ങൾക്ക് വരാൻ സാധിച്ചില്ല. പക്ഷേ കുട്ടികൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നിട്ടുണ്ട് ഉമ്പിച്ചി അമ്മ.